ഹലോ വെൽക്കം ടു ആമീസ് ഫാം. 7th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ഈ വർഷത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും, എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ള കാര്യങ്ങൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നോർമലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ക്യാരക്ടർ സ്കെച്ച്, നോട്ടീസ്, അതുപോലെ പ്രൊഫൈല്, അതൊക്കെ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു പാസേജ് തരും, അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതുക. ഓക്കെ, റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു പാസേജ്, ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ എന്നുള്ള പാസേജ് ആയിരിക്കാം, അല്ലെങ്കിൽ പുറമെന്നുള്ള ഏതെങ്കിലും പാസേജ് വന്ന് അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്ന് അത് ആൻസർ ചെയ്യാനാണ് പറയുക. ഇത് നിങ്ങൾക്ക് വായിച്ചിട്ട് പാസേജ് മനസ്സിലാവുന്നുണ്ടോ, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെക്ഷൻ. അപ്പോൾ ഇവിടെ മൊബൈൽ ഫോൺസിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. മൊബൈൽ ഫോൺസ് ആൻഡ് ആപ്സ് ലൈക്ക് വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ക്യാൻ ബി ഫൺ ആൻഡ് ഹെൽപ്ഫുൾ. ഇതൊക്കെ ആൾക്കാർക്ക് എൻ്റർടൈൻ ചെയ്യാനും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ദേ ലെറ്റ് us വാച്ച് സ്റ്റോറീസ്, ലേൺ ന്യൂ തിങ്സ് ആൻഡ് ചാറ്റ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ടു മച്ച് ഫോൺ ടൈം ക്യാൻ കോസ് പ്രോബ്ലം. പക്ഷെ ഒരുപാട് സമയം ഫോണിലിരുന്ന് അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇറ്റ് ക്യാൻ ഹേർട്ട് അവർ ഐസ്. നമ്മുടെ കണ്ണുകൾക്ക് പെയിൻ വരും. മേക്ക് ഇറ്റ് ഹാർഡ് ടു സ്ലീപ്പ്. ഉറക്കം വരാൻ എന്ത് ചെയ്യും, ഒരു ഉറക്കം എന്ന് പറയുന്നത് ഹാർഡാക്കും. ആൻഡ് സ്റ്റോപ്പേഴ്സ് ഫ്രം പ്ലേയിങ് ഔട്ട്ഡോർസ് ഓർ ടോക്കിംഗ് വിത്ത് പീപ്പിൾ ഫേസ് ടു ഫേസ്. മനുഷ്യന്മാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം അത് കുറയ്ക്കും. അതുപോലെ തന്നെ പുറത്തു പോയിട്ട് കളിക്കുക എന്നുള്ള പ്രവണത കുറയും. ഇറ്റ് ക്യാൻ ആൽസോ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പേ അറ്റൻഷൻ ഇൻ ക്ലാസ് ആൻഡ് ഈവൻ മേക്ക് us ഫീൽ സാഡ് ഓർ ലോൺലി. ക്ലാസ്സിൽ നമുക്ക് കറക്റ്റായിട്ട് അറ്റൻഷനോട് കൂടിയിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഒറ്റപ്പെടുത്തുകയാണ് ഫോൺ ചെയ്യുന്നത്. It is important to set limits. യൂസ് ഫോൺ ഓൺലി ആഫ്റ്റർ സ്കൂൾ ഫോർ എ ഷോർട്ട് ടൈം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ മുന്നിൽ ഇരിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെറ്റ് ലിമിറ്റ്സ്. എല്ലാത്തിനും ഒരു പരിധികൾ വെക്കേണ്ടത് എപ്പോഴും നല്ലതാണ്. സ്കൂളിൽ പോയാലും ആഫ്റ്റർ സ്കൂളാണെങ്കിലും നമ്മൾ കുറച്ച് സമയം മാത്രമേ യൂസ് ചെയ്യുക, ബ്രേക്ക് എടുക്കുക. അവോയ്ഡ് യൂസിങ് ഫോൺ ബിഫോർ ബെഡ്. അതുപോലെ കിടക്കുന്നതിന് മുമ്പ് ഫോൺ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. അത് ഉറക്കത്തിന് കാരണമാകും, മീൻസ് ഉറക്കം അവിടെ കുറയാനുള്ള കാരണമാകും. ചൂസ് ഹെൽപ്ഫുൾ ആപ്പ് ആൻഡ് സ്പെൻഡ് മോർ ടൈം പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഹെൽപ്പ് ചെയ്യാൻ മാത്രം ആപ്പിനെ നമ്മൾ അല്ലെങ്കിൽ ഫോണിനെ നമ്മൾ യൂസ് ചെയ്യുക, ബാക്കി സമയം ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഫാമിലിയുടെ ഒപ്പം ചിലവഴിക്കുക. ഇഫ് സംതിങ് ഓൺലൈൻ മേക്സ് യു വറീഡ്, ഓൾവേസ് ടോക്ക് ടു യുവർ പാരൻ്റ് ഓർ ടീച്ചർ. എന്തെങ്കിലും ഓൺലൈനിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, വിഷമമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ടീച്ചറോടോ പാരൻസിനോടോ പറയുക. മിനിമൽ ആൻഡ് ഇൻ്റലിജൻറ്റ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ ക്യാൻ ഹെൽപ്പ് യു സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ഫോക്കസ്ഡ്. ഏറ്റവും കുറവ് ഫോൺ യൂസ് ചെയ്യുന്നു അത്രത്തോളം ഹെൽത്തിയായി, ഹാപ്പിയായി, കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 2 ഹെൽത്ത് ഇഷ്യൂസ് കോസ്ഡ് ബൈ പ്രൊലോങ്ഡ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ, പ്രൊലോങ്ഡ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന 2 ആരോഗ്യ പ്രശ്നങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്താ, ഹർട്ട് യുവർ ഐസ്. നമ്മളതിൽ മുൻപിൽ ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞു കണ്ണുകൾക്ക് വേദന ഉണ്ടാവും. ആൻഡ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്ലീപ്പ്. ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഹൗ മൊബൈൽ ഫോൺ ആർ ഹെൽപ്ഫുൾ ടു us. ഇനി എങ്ങനെയാണ് മൊബൈൽ ഫോൺ നമ്മളെ സഹായിക്കുന്നത്? മൊബൈൽ ഫോൺസ് ആൻഡ് ആപ്സ് ക്യാൻ ബി ഫൺ ആൻഡ് ഹെൽപ്ഫുൾ. നമുക്ക് കുറേ തമാശകളും കളികളൊക്കെ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ സഹായിക്കുന്നുണ്ട്. ബിക്കോസ് ദേ അലൗ us ടു വാച്ച് സ്റ്റോറീസ്, ലേൺ ന്യൂ തിങ്സ്. പല സ്റ്റോറീസ് കാണാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ചാറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ട് ഷുഡ് യു ഡു ഇഫ് സംതിങ് ഓൺ യുവർ മൊബൈൽ ഫോൺ മേക്ക് യുവർ വറീഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം, വേദനാജനകമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണ് ഫോൺ യൂസ് ചെയ്യുമ്പോൾ, അപ്പോൾ അല്ലെങ്കിൽ പേടിപ്പിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇഫ് സംതിങ് ഓൺലൈൻ മേക്സ് യു വറീഡ്, യു ഷുഡ് ഓൾവേസ് ടോക്ക് ടു യുവർ പാരൻറ്റ് ഓർ ടീച്ചർ. ടീച്ചറിനോടോ പാരൻറ്റിനോടോ സംസാരിക്കണം. നെക്സ്റ്റ്, യൂസിങ് എ ഫോൺ അറ്റ് ബെഡ് ടൈം ക്യാൻ. ഇനി കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ഫോൺ എന്ന് പറയുന്നത് ബെഡ് ടൈമിൽ യൂസ് ചെയ്താൽ എന്തുണ്ടാവും? ഓപ്ഷൻസ് വായിക്കാം. ഹെൽപ്പ് യു സ്ലീപ്പ് ഫാസ്റ്റർ. നിങ്ങളെ വേഗത്തിൽ ഉറങ്ങാൻ സഹായിക്കും. അതുപോലെ മേക്ക് ഇറ്റ് ഹാർഡ് ടു സ്ലീപ്പ്. ഉറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മേക്ക് യുവർ ഐസ് സ്ട്രോങ്ങർ. ഹെൽപ്പ് സ്ലീപ്പ് ലോങ്ങർ. മേക്ക് യുവർ ഐസ് സ്ട്രോങ്ങർ. നിങ്ങളുടെ കണ്ണുകൾ എന്താക്കും, സ്ട്രോങ് ആക്കുന്ന പറയണത്. അതുപോലെ ഹെൽപ്പ് സ്ലീപ്പ് ലോങ്ങർ, ഒരുപാട് സമയം ഉറങ്ങാൻ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം? ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസിങ് എ ഫോൺ അറ്റ് ബെഡ് ടൈം ക്യാൻ എന്താ അവിടെ ഉണ്ടാക്കുക? മേക്ക് ഇറ്റ് ഹാർഡ് ടു സ്ലീപ്പ്. അവിടെ സി അല്ല ബി ആണ് ഉത്തരം കേട്ടോ. നമ്മുടെക്ക് ഉറക്കം എന്ന് പറയുന്നത് ഉറങ്ങാൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. ഇനി നെക്സ്റ്റ് വൺ, ഹൗ വിൽ ദ പ്രൊലോങ്ഡ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ എഫക്റ്റ് യുവർ സ്റ്റഡീസ്. നിങ്ങളുടെ പഠിപ്പിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ബാധിക്കും. ഹെൽപ്പ് ഇൻ സ്റ്റഡി.
ഒരുപാട് നേരം നമ്മൾ ഫോൺ യൂസ് ചെയ്താൽ പഠിപ്പിനെ സഹായിക്കുമോ? ഇല്ല. അപ്പോൾ എ തെറ്റാണ്. മേക്സ് യു പേ മോർ അറ്റൻഷൻ. നല്ല രീതിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്ന പറയുന്നത് ക്ലാസ്സിൽ. പറ്റുമോ? ഇല്ല. ഡിസ്ട്രാക്റ്റ് യുവർ മൈൻഡ്. നിങ്ങളുടെ ഓർമ്മയെ അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനെ എന്ത് ചെയ്യും? എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഡിസ്ട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, മാറ്റിക്കൊണ്ടിരിക്കും. മേക്സ് യു മോർ എനർജറ്റിക്. ഫോൺ ഒരുപാട് സമയം യൂസ് ചെയ്താൽ നിങ്ങൾ ഭയങ്കര എനർജി ആയിട്ടിരിക്കുന്ന പറഞ്ഞേ അല്ലല്ലോ. അപ്പം മൂന്നാമത്തെ മാത്രമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ, സി ആണ് കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്, ഇനി വൺ ഓഫ് ദ ടു ആക്ടിവിറ്റീസ് ബിലോ, ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർ ക്വസ്റ്റ്യൻ പോലെയാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 2 ആണ് തോട്ട്സ്. നമ്മുടെ ചിന്തകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിന്തകൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? ഡയറിയിൽ എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ ഡയറി മേക്കിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡോണ്ട് യു റിമെമ്പർ റിക്കി ഇൻ ദ സ്റ്റോറി എ റോബോട്ട് വിത്ത് എ വൈറസ്? ഒരു റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ റിക്കീനെ അറിയില്ലേ? വീട്ടിൽ മൊത്തം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇവിടെയൊക്കെ വലിച്ചിടുന്ന ഒരു കുട്ടി. എന്നിട്ട് ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യാൻ റോബോട്ടിനെ വെച്ചത്. ഓക്കെ, റിക്കി റിയലൈസ് ദാറ്റ് ഹി മിസ്അണ്ടർസ്റ്റാൻഡ് ദ റോബോട്ട്. പക്ഷേ റിക്കി തിരിച്ചറിയാണ് റോബോട്ടിനെ അവൻ എന്ത് ചെയ്തു? തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയാണ്. ഓക്കെ, റോബോട്ടിനെ അവൻ ആദ്യം ഇഷ്ടമല്ലായിരുന്നു. അതവന് മനസ്സിലായി, അത് അവൻ്റെ ഭാഗത്തുള്ള തെറ്റിദ്ധാരണയാണ്. ഹീ ഫെൽറ്റ് സോറി ഫോർ ഹിം. അവൻ്റെ അടുത്ത് എന്ത് തോന്നി? റോബോട്ടിൻ്റെ അടുത്ത് ഒരു എന്താ പറയുക, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് തോന്നി. ഓൺ ദാറ്റ് നൈറ്റ് വൈൽ ഗോയിങ് ടു ബെഡ് മെനി തോട്ട് ഫ്ലാഷ്ഡ് ത്രൂ ഹിസ് മൈൻഡ്. അന്ന് രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ മൈൻഡിലൂടെ ഇങ്ങനെ വന്നു. അപ്പോൾ അന്നത്തെ അവൻ്റെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയറി ഇങ്ങനെ എഴുതുക. ഡയറി എഴുതേണ്ട ഫോർമാറ്റ്, ആദ്യം ഡയറി എന്നുള്ള ഹെഡിങ്, ഒരു ബോക്സിൽ വേണം ഡയറി എഴുതാൻ. ആദ്യം തന്നെ ഡേറ്റ് എഴുതണം. എക്സാമ്പിൾ 13th June 2023 ഫ്രൈഡേ, അങ്ങനെ. പിന്നെ ഫസ്റ്റ് ലൈൻ എപ്പോഴും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഫോർ മീ. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എഴുതാൻ പറ്റുന്ന സെൻറ്റൻസ് ആണിത്. ഇന്ന് മറക്കാനാവാത്തൊരു ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ആ ക്യാരക്ടറായിട്ട് മാറണം. യു ബിക്കം ദ ക്യാരക്ടർ. പിന്നെ റിട്ടൺ ഇൻ ഫസ്റ്റ് പേഴ്സൺ. കാരണം നിങ്ങൾ ആ ഒരു ഡയറി എഴുതുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് പേഴ്സൺ ആവണം. എന്ന് പറഞ്ഞാൽ ഐ, മീ, മൈ, മൈൻ, അങ്ങനെയുള്ളത്, എൻ്റെ, ഞാൻ, അതുപോലെ എനിക്ക്, അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യണം. ഇൻക്ലൂഡ് ഓൾ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. നിങ്ങൾക്ക് അപ്പോൾ ഉള്ള എല്ലാ ഫീലിങ്സും എല്ലാ ഇമോഷൻസും എഴുതണം. സങ്കടങ്ങളും സന്തോഷങ്ങളാണെങ്കിൽ അങ്ങനെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഡയറി എഴുതാൻ. അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റ് കിട്ടിയല്ലോ. ഇനി എന്ത് എഴുതിയാലും ഈ ഒരു ഫോർമാറ്റിൽ എഴുതാൻ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഫോർമാറ്റിനും മാർക്കുണ്ട്. അപ്പോൾ ഞാനിവിടെ എഴുതി, ഞാൻ ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് ഒരു സല്യൂട്ടേഷൻ വെറുതെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡേറ്റ് കൊടുക്കണം, നിർബന്ധമാണ്. ഒരു ബോക്സിൽ എഴുതണം. ഇനി ഞാൻ എഴുതി ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഫോർ മീ. അപ്പം നിങ്ങൾ എഴുതുക ടുഡേ വാസ് ആൻ, അങ്ങനെ എഴുതിയാൽ മതി. ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഫോർ മീ. ഇന്ന് മറക്കാനാവാത്തൊരു ദിവസമാണ്. ഐ ഫീൽ സോ ബാഡ് അബൌട്ട് ഹൗ ഐ ട്രീറ്റഡ് ദ റോബോട്ട്. എനിക്കിപ്പോൾ എന്നെക്കുറിച്ച് ഭയങ്കര ഒരു ബാഡ് ഫീലിംഗ് ആണ് തോന്നുന്നത്. കാരണം ഞാൻ എങ്ങനെയാണ് റോബോട്ടിനെ നോക്കിയത്. ഐ കംപ്ലീറ്റ്ലി മിസ്അണ്ടർസ്റ്റാൻഡ് ഹിം. ഞാൻ അവനെ കംപ്ലീറ്റ് ആയിട്ട് തെറ്റിദ്ധരിച്ചു. ആൻഡ് തോട്ട് ഹി വാസ് യൂസ്ലെസ്. അവനൊരു ഉപകാരമില്ലാത്ത വസ്തുവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഹി വാസ് ജസ്റ്റ് ട്രൈങ് ടു ഹെൽപ്പ് മീ ബിക്കം എ ബെറ്റർ പേഴ്സൺ. എന്നാൽ അവൻ എന്നെ നല്ലൊരു പേഴ്സൺ ആക്കാനാണ് നോക്കിയത്. അതിനാണ് സഹായിച്ചത്. എങ്ങനെയാണ് അവൻ സഹായിച്ചത്? ആ ചാപ്റ്റർ വായിച്ച ആൾക്കാർക്ക് അറിയാം. അവിടെ ഇവിടെയൊക്കെ ഈ കുട്ടി റിക്കി അവിടെ ഇവിടെ ഓരോ സാധനങ്ങൾ വലിച്ചെറിയുമ്പോഴും അവനത് മടക്കി സുരക്ഷിതമായി വെക്കും. അവസാനം റിക്കി തരയുമ്പോൾ റിക്കിക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ, റോബോട്ട് എല്ലാം സുരക്ഷിതമായി എടുത്തു വെച്ചിട്ടുണ്ടാവും. ഐ ഫീൽ സോ അഷെയിംഡ് ഓഫ് ഹൗ മെസ്സി ആൻഡ് ലേസി ഐ വാസ് ബിഫോർ. ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ നാണക്കേട് തോന്നുക. കാരണം ഞാൻ എത്ര മടിയനായിരുന്നു പണ്ട്, എത്ര ഒരു പ്രാന്തനെ പോലെയായിരുന്നു ഞാൻ അന്ന് ബിഹേവ് ചെയ്തതെന്ന് എന്നാണ് അവൻ പറയണത്. ദ റോബോട്ട് വാസ് സോ പേഷ്യൻറ്റ്. റോബോട്ട് ഭയങ്കര ക്ഷമയുള്ളവനായിരുന്നു. ആൻഡ് ടോട്ട് മീ ടു മോർ എഫിഷ്യൻറ്റ്. കുറച്ചും കൂടി നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആവാൻ എന്നെ പഠിപ്പിച്ചു. ഐ എം ഗോയിങ് ടു ട്രൈ ടു ബി മോർ ലൈക്ക് ഹിം. ഞാൻ ഇനി അവനെ പോലെ ആവാനാണ് നോക്കുന്നത്. ഫ്രം നൗ ഓൺവേർഡ്സ്, ഇന്ന് തൊട്ട്. ഐ ഹോപ്പ് ഹീ ക്യാൻ ഫോർഗിവ് മീ. ഞാൻ പ്രതീക്ഷിക്കുന്നു അവൻ എന്നോട് ക്ഷമിക്കും, ഞാൻ അവനോട് ചെയ്തില്ല എന്നൊക്കെ. ആൻഡ് വി ക്യാൻ ബി ഫ്രണ്ട്സ്. ഞങ്ങൾ ഇനി നല്ല ഫ്രണ്ട്സ് ആയിരിക്കും എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ റോബോട്ട് ഒരു ദിവസം അവനിങ്ങനെ എന്തോ ബോളോ ഡ്രസ്സോ കാണാതായിട്ട് ഇങ്ങനെ റോബോട്ടിനെതിരെ ഭയങ്കര ഒരു റോബോട്ടിന് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ പെരുമാറുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ വലിച്ചിടുന്ന സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്തതാണോ എന്ന് വിചാരിച്ചിട്ടാണ് റോബോട്ട് അതൊക്കെ മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ വീട് ക്ലീനായി നോക്കാൻ വേണ്ടി റോബോട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഇനി റോബോട്ടിനെ പോലെ ആകുമെന്നാണ് റിക്കി പറയുന്നത്. ഇനി അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ, അതും ഒരു ഡയറിയാണ്. അപ്പോൾ ഡയറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം.
The little girl in the story, A Doll's Journey, was happy to hear from Kafka that the doll is busy with her marriage and that is why she couldn't write letters. അവിടെ ഡോൾസ് ജേണി എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ പാവേനെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ കഫ്ക പറയുന്നുണ്ട് ആ കുട്ടിയുടെ കല്യാണമാണ്, അപ്പോൾ ആ കുട്ടി കല്യാണത്തിന് പോയേക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് അവൾ നിനക്ക് ലെറ്റർ ഒന്നും അയക്കാത്തത് എന്ന് പറഞ്ഞു. ദ ഗേൾ റിമെമ്പേർഡ് ദ ഹാപ്പി ഡേയ്സ് വിത്ത് ദ ഡോൾ. അപ്പോൾ ആ ഗേൾ അവിടെ ആ ഡോളിൻ്റെ ഒപ്പം ഉള്ള സന്തോഷമായ നിമിഷങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുകയാണ്. ഷീ ആൽസോ തോട്ട് അബൌട്ട് കഫ്ക. ഷീ ടുക്ക് ഹെർ ഡയറി ആൻഡ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ്. ആ സമയത്ത് കഫ്കേനെ പറ്റിയിട്ടും ആലോചിച്ചു. അങ്ങനെ ആ സമയത്ത് അവൾ ആ ഡയറി എടുത്ത് അന്നത്തെ ഡയറി എഴുതുകയാണ്. ഡിയർ ഡയറി, അവിടെ ഡേറ്റ് എഴുതണം കേട്ടോ, അത് മിസ് എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതുക. വാട്ട് എ വണ്ടർഫുൾ ന്യൂസ്, എത്ര നല്ലൊരു ന്യൂസാണ് ഞാൻ ഇന്ന് കേട്ടത്. ഐ ഗോട്ട് എ മെസ്സേജ് ഫ്രം കഫ്ക ടുഡേ. ഇന്ന് കഫ്കയുടെ കയ്യിൽ നിന്ന് ഒരു മെസ്സേജ് എനിക്ക് കിട്ടി. മൈ ഡോൾ ഈസ് ഇൻ മിസ്സിങ്. എൻ്റെ ഡോളിനെ കാണാണ്ടായതല്ല. ഷീ ഈസ് ഗെറ്റിംഗ് മാരീഡ്. അവളുടെ കല്യാണം ആവാറായി. ഐ എം സോ ഹാപ്പി ഫോർ ഹെർ. അവളുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. ഇറ്റ് മേക്സ് സെൻസ് നൗ വൈ ഷീ കുഡിൻറ്റ് റൈറ്റ് ബാക്ക്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾ എന്തുകൊണ്ടാണ് എനിക്ക് കത്ത് തിരിച്ച് എഴുതാത്തതെന്ന്. ഇറ്റ് ബ്രിങ്സ് ബാക്ക് സോ മെനി മെമ്മറീസ് ഓഫ് അവർ ടൈം ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് നിന്ന ഒരുപാട് മെമ്മറീസ് എനിക്കിതാ ഓർമ്മ വരുന്നു. വി ഹാഡ് സച്ച് ഫൺ. ഞങ്ങൾക്ക് ഒരുപാട് തമാശകളൊക്കെ ഞങ്ങൾക്കുള്ളിലുണ്ടായിരുന്നു. ഐ എം ഗോയിങ് ടു റൈറ്റ് ഹെർ എ ലെറ്റർ ടു കൺഗ്രാജുലേറ്റ് ഹെർ. ഇനി ഞാൻ അവളെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതാൻ പോവാണ്. ആൻഡ് ടെൽ ഹെർ ഹൗ മച്ച് ഐ മിസ് ഹെർ. എന്നിട്ട് ഞാൻ അവളോട് പറയും ഞാൻ എത്രത്തോളം അവളെ മിസ് ചെയ്യുന്നു എന്നുള്ളത്. നെക്സ്റ്റ് തേർഡ് ആക്ടിവിറ്റി ഇമെയിൽ എഴുതാനാണ്. വൈഗ പർച്ചേസ്ഡ് എ ടാബ് ഓൺലൈൻ. ഒരു ടാബ് ഓൺലൈനിൽ വൈഗ മേടിച്ചു. ആഫ്റ്റർ 6 months ഇറ്റ് സ്റ്റോപ്ഡ് വർക്കിംഗ്. 6 മാസം കഴിഞ്ഞപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് നിന്നു. ഷീ ചെക്ക് ദ ബിൽ ആൻഡ് ഫൗണ്ട് ദ ടാബ് ഹാസ് 2 year വാറൻറ്റി. ആ ഒരു ബില്ല് ചെക്ക് ചെയ്തപ്പോൾ 2 വർഷം വാറൻറ്റി ഉണ്ടെന്ന് മനസ്സിലായി. ഷീ പ്രിപ്പയർഡ് ആൻ ഇമെയിൽ ടു ഗെറ്റ് ഇറ്റ് റിപ്പയർഡ്. അവൾ ഇമെയിൽ അയച്ചു അതൊന്ന് റിപ്പയർ ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇമെയിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഇമെയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ടു സബ്ജക്റ്റ് അതുപോലെ സർ ആണെങ്കിൽ സർ, മാഡം ആണെങ്കിൽ മാഡം, അങ്ങനെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒരു ഇമെയിൽ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ @gmail.com അല്ലെങ്കിൽ @textore.com അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ട് ഒരു മെയിൽ ID കൊടുക്കുക. സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ കൊടുക്കുക. റിപ്പയർ റിക്വസ്റ്റ് ഫോർ ടാബ് എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. സർ, ഐ ആം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് എ റിപ്പയർ ഫോർ എ ടാബ് ഐ പർച്ചേസ്ഡ് ഓൺലൈൻ 6 months എഗോ. 6 മാസം മുൻപ് ഞാൻ മേടിച്ച ഒരു ടാബിൻ്റെ റിപ്പയറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇമെയിൽ അയക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ദ ടാബ് ഹാസ് സ്റ്റോപ്ഡ് വർക്കിംഗ് കംപ്ലീറ്റ്ലി. ഇപ്പോൾ ടാബ് കംപ്ലീറ്റ്ലി വർക്കിംഗ് നിന്നു. ഐ ചെക്ക് ദ ബിൽ. ഞാൻ ബില്ല് ചെക്ക് ചെയ്തു. ആൻഡ് കൺഫേം ദാറ്റ് ഇറ്റ് ഈസ് സ്റ്റിൽ അണ്ടർ ദ 2 year വാറൻറ്റി. ഞാൻ ബില്ല് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അത് 2 വർഷം വാറൻറ്റി ഉണ്ട്. പ്ലീസ് ലെറ്റ് മീ നോ ദ പ്രോസസ് ഫോർ ഗെറ്റിംഗ് ദ ടാബ് റിപ്പയർഡ്. അപ്പോൾ ഈ ടാബ് റിപ്പയർ ആയിട്ട് കിട്ടാനുള്ളതിൻ്റെ പ്രോസസ്സ് എന്നോട് ഒന്ന് പറയണം എന്ന് പറയാം. ലെറ്റ് മീ നോ, എനിക്കൊന്ന് അറിയണം. ഐ ക്യാൻ പ്രൊവൈഡ് ദ ബിൽ ആൻഡ് എനി അതർ നെസസറി ഡീറ്റെയിൽസ്. താങ്ക് യു ഫോർ യുവർ ടൈം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം? ഞാൻ ബില്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻഡ് ഇനി അതർ ഡീറ്റെയിൽസ്, അപ്പോൾ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതും ഞാൻ പ്രൊവൈഡ് ചെയ്യാം. താങ്ക് യു ഫോർ യുവർ ടൈം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സിൻസിയർലി നിങ്ങളുടെ പേര് ഇവിടെ വൈഗ ഇമെയിൽ അയക്കുന്നതുകൊണ്ട് സിൻസിയർലി വൈഗ എന്ന് പറഞ്ഞു കൊടുത്തു. ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഒരു ഇമെയിൽ ആണെങ്കിൽ എന്ന് പറഞ്ഞ് ഇമെയിൽ ID കൊടുക്കണം. @gmail.com ഉള്ളൊരു ഇമെയിൽ ID. ഇവിടെ ടെക്സ്റ്റോർ ആണെങ്കിൽ അങ്ങനെ ഒരു ഇമെയിൽ ID. സബ്ജക്റ്റ് എഴുതണം. എന്തിനാണോ നിങ്ങൾ ആ മെയിൽ അയക്കണം അതിൻ്റെ സബ്ജക്റ്റ് ഒരു ലൈനിൽ എഴുതുക. പിന്നെ അതിൻ്റെ സല്യൂട്ടേഷൻ കൊടുക്കുക. സർ ആണെങ്കിൽ സർ, മാം ആണെങ്കിൽ മാം. എന്നിട്ട് വിഷയം 2 or 3 ലൈനിൽ അല്ലെങ്കിൽ 4 ലൈനിൽ ചുരുക്കുക. എന്നിട്ട് അവരെ ഒന്ന് വിഷ് ചെയ്തുകൊണ്ട് താങ്ക് യു ഫോർ യുവർ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിൻസിയർലി നിങ്ങളുടെ പേര് എഴുതുക. ക്ലിയർ ആയല്ലോ? അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ലെറ്റർ പോലെ തന്നെയാണ്, പക്ഷേ സബ്ജക്റ്റ് അതെല്ലാം വേണം. മെയിൽ ID ആണ് നമ്മളുടെ ആയിട്ട് കൊടുക്കുക. അടുത്തത് ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് കേട്ടോ. In the story, a robot with a virus, Ricky, the careless boy, was transformed into a maximum efficiency boy. അപ്പോൾ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ റിക്കി എന്ന് പറഞ്ഞ ആൾ ഒന്ന് ട്രാൻസ്ഫോം ആയി. ആദ്യം ഭയങ്കര മടിയനായിരുന്നു. പിന്നീട് ഏറ്റവും നല്ല രീതിയിൽ ഔട്ട്പുട്ട് തരുന്ന ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് മാറുകയാണ്. റീകോൾ ദ ക്യാരക്ടർ ട്രേറ്റ്സ് ഓഫ് റിക്കി ആൻഡ് പ്രിപ്പയർ ഹിസ് ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ, റിക്കിയുടെ ക്യാരക്ടർ എന്തൊക്കെയായിരുന്നു അതൊക്കെ ഒന്ന് റീകോൾ ചെയ്തിട്ടൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ താഴെ നമുക്ക് കുറച്ച് ഹിൻറ്റുകൾ തന്നിട്ടുണ്ട് കേട്ടോ. ഡിഡിൻ ഹെൽപ്പ് അറൗണ്ട് ദ ഹൗസ്. വീട്ടിലൊന്നിനും ഹെൽപ്പ് ചെയ്യില്ല. ത്രൂ ഹിസ് ബിലോങ്ങിങ്സ്. അവൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയും വലിച്ചെറിയും, ത്രൂ ചെയ്യും. ഓൾവേസ് പ്ലേയിങ്. എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക. ലേൺ എ ലെസൺ ഫ്രം ദ റോബോട്ട്. എന്നാൽ പിന്നീട് റോബോട്ടിൽ നിന്നൊരു പാഠം പഠിക്കുന്നുണ്ട്. സ്ലോവൺലി.
മാക്സിമം എഫിഷ്യൻസി ബോയ്. സ്ലോവൺലി എന്ന് പറയുമ്പോൾ ഒന്നും വൃത്തിക്കല്ല ചെയ്യുക, അലസ്യമായി ചെയ്യുക. എന്നാൽ എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റായി കാര്യക്ഷമയോട് കൂടിയിട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ടത് എങ്ങനെയാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് വരാം കേട്ടോ. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ക്യാരക്ടറിൻ്റെ പേര് വേണം അതിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുക്കാൻ. പിന്നെ സ്റ്റോറി, ഓതർ, ഏത് സ്റ്റോറിയിൽ നിന്നാണ് ആ ക്യാരക്ടർ എടുത്തത്, ആരാണ് ആ ചാപ്റ്ററിൻ്റെ ഓതർ എന്നുള്ളത് എഴുതണം. പിന്നെ ഡിസ്ക്രൈബ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ക്യാരക്ടർ. ആ റോള്, ആ ചാപ്റ്ററിൽ എന്താണ് അതിൻ്റെ റോൾ എന്നുള്ളത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ആ ചാപ്റ്ററിൽ, അതൊക്കെ നമ്മൾ എഴുതുക. ഡിസ്ക്രൈബ് ക്യാരക്ടർ ഫിസിക് ഓർ അപ്പിയറൻസ്. ഒരാളുടെ ലുക്കിനെ പറ്റിയിട്ട് അതിൽ കൊടുക്കുന്നുണ്ട്. ടോളാണ്, കുറച്ച് തടിച്ചിട്ടാണ്, അല്ലെങ്കിൽ തടി കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അപ്പിയറൻസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതണം. ഡിസ്ക്രൈബ് ബിഹേവിയർ. ചിലർ റൂഡാന്ന് പറയും, ചിലർ സോഫ്റ്റ് ആണെന്ന് പറയും, അതൊക്കെ എഴുതുക. റൈറ്റ് ക്യാരക്ടർ റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടർ ഇൻ സ്റ്റോറി. അദ്ദേഹം ആരാണ്, അച്ഛനാണോ അമ്മയാണോ എന്നൊക്കെ പറയും. അപ്പോൾ ബാക്കി ക്യാരക്ടേഴ്സായിട്ട് ബന്ധപ്പെടുത്തിയുള്ള റിലേഷൻഷിപ്പ് കൊടുക്കുക. നെക്സ്റ്റ് വൺ, റൈറ്റ് എനി ഇൻസ്റ്റൻസ് ഫ്രം സ്റ്റോറി. ആ സ്റ്റോറി എന്നുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസ് കൂടി നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ എഴുതണം. ആ ആൾ അടങ്ങിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഇത്രയും ആയി കഴിഞ്ഞ് ക്യാരക്ടർ സ്കെച്ച് ആയിട്ടോ. ഈ ഒരു ഫോർമാറ്റ് പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, നല്ല മാർക്ക് കിട്ടും. ഇവിടെ റിക്കി എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് റിക്കി വാസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ എ റോബോട്ട് വിത്ത് എ വൈറസ്. വൈറസ് എന്നാണ് എഴുതേണ്ടത് കേട്ടോ, ഡി ആണ് അവിടെ തെറ്റിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും മെയിൻ ക്യാരക്ടറാണ് റിക്കി. റിക്കി വാസ് ഇനീഷ്യലി എ കെയർലെസ് ആൻഡ് സ്ലോവൺലി ബോയ്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യലി നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കെയർലെസ്, ഒരു കാര്യത്തിന് ഒരു കെയറിങ് ഇല്ലാത്തൊരു കുട്ടി. ഓക്കെ, ഒരു ശ്രദ്ധയുമില്ല, ഒന്നുമില്ല. സ്ലോവൻലി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യുന്നൊരു കുട്ടിയല്ലായിരുന്നു. ഹു ഡിഡൻറ്റ് ഹെൽപ്പ് അറൗണ്ട് ദ ഹൗസ്. ആ വീട്ടിലെ കാര്യങ്ങളിലൊന്നും ആ കുട്ടി ഹെൽപ്പ് ചെയ്യില്ല. ഹി വുഡ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ്. എല്ലാ സാധനങ്ങളും എവ്രിവെയർ എന്ന് പറഞ്ഞിരിക്കുന്നത്, എല്ലാ സാധനങ്ങളും എല്ലായിടത്തും ഇങ്ങനെ വലിച്ചെറിയുമായിരുന്നു. ആൻഡ് വാസ് ഓൾവേസ് പ്ലേയിങ്, ഷോയിങ് ലിറ്റിൽ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. എല്ലാ കാര്യങ്ങളിലും എപ്പോഴും എന്താ ചെയ്യുക, കളിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കാണിച്ചു തരുന്നില്ല. ഹവവർ ആഫ്റ്റർ ഇൻട്രാക്ടിങ് വിത്ത് ദ റോബോട്ട് ഇൻ ദ സ്റ്റോറി. എന്നാൽ പിന്നീട് സ്റ്റോറിയിലെ റോബോട്ടായിട്ട് ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അവരായിട്ട് എന്ത് ചെയ്യാണ്, അവരായിട്ട് ഒത്തുപോകുമ്പോൾ അവരെന്ത് മനസ്സിലായി, എ റോബോട്ട് വിത്ത് എ വൈറസ് റിക്കി ലേൺഡ് എ വാല്യുബിൾ ലെസൺ. അവരായിട്ട് ഇടപഴകാൻ തുടങ്ങിയപ്പോൾ, റോബോട്ടായിട്ട് ഇടപഴകാൻ തുടങ്ങിയപ്പോൾ റോബോട്ടിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ദിസ് എക്സ്പീരിയൻസ് ട്രാൻസ്ഫോംഡ് ഹിം ഫ്രം എ കെയർലെസ് ബോയ് ഇൻ ടു എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. ഇതാണ് ഒരു കാര്യങ്ങളിലും ശ്രദ്ധയില്ലാത്ത കുട്ടിയെ മാക്സിമം നല്ല കുട്ടിയാക്കി മാറ്റിയത്. ഡെമോൺസ്ട്രേറ്റിംഗ് എ പോസിറ്റീവ് ചേഞ്ച് ഇൻ ഹിസ് ക്യാരക്ടർ. അവിടെ കാണിക്കുന്നത് ഒരു പോസിറ്റീവ്, നല്ല രീതിയിലുള്ള ഒരു മാറ്റമാണ് അവൻ്റെ ക്യാരക്ടറിൽ വന്നിരിക്കുന്നത് എന്നാണ്. ക്ലിയർ ആയല്ലോ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഹെയർ ഈസ് എ ഡയറി എൻട്രി ഓഫ് റീന അബൌട്ട് ഹെർ വിസിറ്റ് ടു എ ടൂറിസ്റ്റ് പ്ലേസ് നിയർ ഹെർ സിറ്റി. ഇവിടെ ഒരു ഡയറി എൻട്രി കൊടുത്തിട്ടുണ്ട്. റീന ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ സഞ്ചരിച്ചല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാണ്, അവിടെ വിസിറ്റ് ചെയ്തൊരു കാര്യമാണ് പറയുന്നത്. റീഡ് ആൻഡ് എഡിറ്റ് ദ പാസേജ്. അതൊന്ന് വായിച്ചുകൊണ്ട് നിങ്ങളോടൊന്ന് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായതൊക്കെ അവിടെ ABCD എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ തെറ്റാണ്, അത് നിങ്ങൾ തിരുത്തി എഴുതണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി വിസിറ്റ് ചെയ്ത ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടാണ് ഒരു ഡയറി എൻട്രി നമ്മൾ എഴുതുക കേട്ടോ. ഡയറി എഴുതുന്നത് എപ്പോഴും കഴിഞ്ഞ കാര്യങ്ങളാണ് എഴുതുക. അപ്പോൾ പാസ്റ്റ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ, അത് മൈൻഡിൽ വേണം കേട്ടോ. നോക്കാം. ആസ് വി റീച്ച് ദ ബീച്ച് ഇൻ ദ ഈവനിങ്. ഞങ്ങൾ ഈവനിങ്ങിൽ ബീച്ചിൽ എത്തി. ദ സൺ വാസ് സ്ലോലി ഡിപ്പിംഗ് ഓഫ് ദ സീ. ഡിപ്പിംഗ് ഓഫ് അല്ല, എന്താ പറയുക, സീയിലേക്കാണ് സൂര്യൻ അവിടെ എന്ത് ചെയ്യുന്നത്, മുങ്ങിപ്പോകുന്നത്. അപ്പം ഡിപ്പിംഗ് ഇൻ ടു ദ സീ എന്നാണ് പറയുക, ഓഫ് അല്ല പറയുക കേട്ടോ. ഇനി പെയിൻറ്റിങ് ദ സ്കൈ. ദ വേവ് ഡാൻസ്ഡ് ജെൻ്റ്ലി ഓൺ ദ ഷോർ. അപ്പോൾ എന്ത് ചെയ്തു, തീരങ്ങളിലെ നമ്മുടെ ആ ഒരു തിരമാലകൾ എങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ സോൾട്ടി ബ്രീസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവിടെ ബ്രീസിൻ്റെ ആ ഒരു കടലിൽ നിന്നുള്ള കാറ്റിനെ നമ്മൾ പറയുന്നത് BREEZE ആണ് പറയുക, SE അല്ല. അപ്പോൾ അത് തെറ്റ്. ബ്രീസ് പ്ലേഡ് വിത്ത് മൈ ഹെയർ. എൻ്റെ ആ മുടികളിലായിട്ട് കാറ്റ് ഇങ്ങനെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ടേക്ക് അല്ല, പാസ്റ്റ് ടെൻസ് അല്ല ഡയറിയിൽ എഴുതുക. അപ്പോൾ ഐ ടുക്ക് ഓഫ് മൈ സ്ലിപ്പേഴ്സ് ആൻഡ് റാൻ ബെയർഫൂട്ട് ഓൺ ദ സാൻഡ്. ബെയർഫൂട്ട് എന്ന് വെച്ചാൽ നഗ്നപാദമായിട്ട് എന്ന് പറഞ്ഞാൽ ചെരുപ്പില്ലാതെ ഞാൻ ആ തീരത്തിലൂടെ ഇങ്ങനെ ആ മണലിലൂടെ നടക്കുകയാണ്. ഇറ്റ് വാസ് വാം ആൻഡ് സോഫ്റ്റ്. ഇറ്റ് വാസ് വാം ആൻഡ് സോഫ്റ്റ്
ആൻഡ് ഐ ലൈക്ക് ഫെൽറ്റ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇറ്റ് എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ലെറ്റർ എപ്പോഴും എങ്ങനെയായിരിക്കും? അത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അപ്പോൾ ഇറ്റിൻ്റെ ഐ ക്യാപിറ്റൽ എഴുതുക. അപ്പോൾ അത് ശരിയായി. ഇറ്റ് വാസ് വാം ആൻഡ് സോഫ്റ്റ് ആൻഡ് ഐ ലൈക്ക് ഫെൽറ്റ് എ ചൈൽഡ് അഗെയിൻ. ഐ ലൈക്ക് ഫെൽറ്റ് അല്ല, ഐ ഫെൽറ്റ് ലൈക്ക്, എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് എന്ന് വേണം എഴുതാനായിട്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പിളായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഡയറിയാണ് അവിടെ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ പാസ്റ്റ് ടെൻസ്, അത് നിങ്ങളുടെ മൈൻഡിൽ വേണം. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ. പിന്നെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങുന്നില്ലേ എന്നൊക്കെ നോക്കുക. അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി ആക്ടിവിറ്റി 6 എന്ന് പറയുന്നത് അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ 2 ആക്ടിവിറ്റി. തന്നിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ആദ്യത്തെ, ദ ഗേൾ ഇൻ ദ സ്റ്റോറി എ ഡോൾസ് ജേർണി ഈസ് സോ മച്ച് വറീഡ് അബൌട്ട് ഹെർ മിസ്സിംഗ് ഡോൾ. ഒരു ഡോൾ നഷ്ടപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഭയങ്കര വ്യാകുലതയായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു ആ ഡോൾ ജേർണി എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള കുട്ടിക്ക്. കഫ്ക ടോൾഡ് ഹെർ ദാറ്റ് ദ ഡോൾ ഈസ് ബിസി വിത്ത് മാരേജ്. എന്നാൽ കഫ്ക വന്നിട്ട് ആ കുട്ടിയുടെ വിഷമം കണ്ടിട്ട് പറയാണ്, കുട്ടി ആ പാവ മിസ്സായതൊന്നുമല്ല, പാവയുടെ കല്യാണമായിട്ട് പോയേക്കുക എന്ന് പറഞ്ഞു. ദി ഗേൾ വാസ് വെരി ഹാപ്പി ടു ഹിയർ ദ ഗുഡ് ന്യൂസ്. ഗേളിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഒരു നല്ല വാർത്ത കേട്ടപ്പോൾ. ആൻഡ് ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ദ ഡോൾ. അങ്ങനെ ഡോളിനൊരു ലെറ്റർ എഴുതാൻ വേണ്ടി അവൾ തീരുമാനിച്ചു. റൈറ്റ് ദ ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലെറ്റർ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റും പ്ലേസും നമ്മളവിടെ കൊടുക്കണം. ഡേറ്റും പ്ലേസും കൊടുത്തു കഴിഞ്ഞാൽ മൈ ഡിയർ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് അത് എഴുതാം. ഇവിടെ ഞാൻ മൈ ഡിയറസ്റ്റ് ഡോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പാവേ, ഐ ഹാവ് സച്ച് വണ്ടർഫുൾ ന്യൂസ്. നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. നമുക്ക് സ്റ്റാർട്ടിങ് എഴുതാം, ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നീ സുഖമായിരിക്കുന്നോ, നീ നന്നായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ കാര്യം സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ലെറ്റർ എഴുതുമ്പോൾ അങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ കാര്യം പറഞ്ഞു തുടങ്ങുക. ഐ ഹാവ് സച്ച് വണ്ടർഫുൾ ന്യൂസ്. ഞാൻ അത്രയും നല്ലൊരു ന്യൂസ് എൻ്റെ കയ്യിലുണ്ട്. കഫ്ക ടോൾഡ് മീ യു ആർ ഗെറ്റിംഗ് മാരീഡ്. കഫ്ക പറഞ്ഞല്ലോ നിൻ്റെ കല്യാണം ആവാറായിന്ന്. ഐ വാസ് സോ വറീഡ് അബൌട്ട് യു. ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു നിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. ബട്ട് നൗ ഐ അണ്ടർസ്റ്റാൻഡ് വൈ യു ഹാവിൻ ബീൻ ഏബിൾ ടു റൈറ്റ്. പക്ഷേ എനിക്ക് ഇപ്പോൾ മനസ്സിലായി നിനക്ക് എന്തുകൊണ്ടാണ് തിരിച്ച് റൈറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് തിരിച്ച് നീ എന്തുകൊണ്ട് എനിക്ക് കത്ത് എഴുതിയില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഐ ആം സോ ഇൻക്രെഡിബ്ലി ഹാപ്പി ഫോർ യു ആൻഡ് യുവർ ന്യൂ ലൈഫ്. അപ്പം ഞാൻ ഇൻക്രെഡിബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി, എനിക്ക് അടങ്ങാനാകാത്ത സന്തോഷമുണ്ട്. കാരണം നിന്നെക്കുറിച്ചിട്ടും നിനക്ക് പുതിയൊരു ലൈഫ് കിട്ടാൻ പോവാണ് എന്നറിഞ്ഞതിലും. ഐ മിസ് യു സോ മച്ച് ആൻഡ് തിങ്ക് അബൌട്ട് ഓൾ ദ ഹാപ്പി ടൈം വി ഹാഡ് ടുഗദർ. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളായിട്ടുള്ള ആ ഒരു സമയം, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സമയത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. ഐ ഹോപ്പ് യു ആർ ഹാവിങ് എ ബ്യൂട്ടിഫുൾ സെറിമണി ആൻഡ് എ ജോയ്ഫുൾ ന്യൂ ബിഗിനിങ്. ഞാൻ വിചാരിക്കുന്നു നിനക്കൊരു നല്ല ദിവസം തന്നെ, സെറിമണി എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് നല്ലൊരു ദിവസം തന്നെ കിട്ടട്ടെ, ഒരു പുതിയ ജീവിത തുടക്കത്തിനായിട്ട്. വിത്ത് ഓൾ മൈ ലവ്, എൻ്റെ എല്ലാ സ്നേഹത്തോടും കൂടിയിട്ട് യുവർ ലിറ്റിൽ ഗേൾ എന്ന് പറയുക. സെറിമണി എന്ന് പറഞ്ഞാൽ ചടങ്ങിനെയാണ് പറയുന്നത് കേട്ടോ. ഇവിടെ വിവാഹ ചടങ്ങാണ്. ഇനി അതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. അതും ഒരു ലെറ്റർ തന്നെയാണ്. റിക്കി ആൻഡ് ദ റോബോട്ട് ബിക്കെയിം ഗുഡ് ഫ്രണ്ട്. റിക്കിയും റോബോട്ടും പിന്നീട് നല്ല ഫ്രണ്ട്സായി. റിക്കി റോട്ട് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് അരുൺ ഷെയറിങ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് ദ റോബോട്ട്. അപ്പോൾ പിന്നീട് റിക്കി എന്ത് ചെയ്യണം, അരുണായിട്ട് ഒരു ലെറ്റർ എഴുതി കൊടുക്കുകയാണ്. റോബോട്ടിൻ്റെ ഒപ്പമുള്ള അവൻ്റെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്, അനുഭവങ്ങളെ കുറിച്ചിട്ട് ആ ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഡേറ്റ് എഴുതണം, പ്ലേസ് എഴുതണം. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ എന്തായാലും എഴുതിക്കോളോ. അത് കഴിഞ്ഞ് ഡിയർ അരുൺ. ഇവിടെയും നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യണം, ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഞാൻ മുൻപ് എഴുതിയിട്ടുണ്ട്, അത് ഇവിടെ വീണ്ടും എഴുതുക. അപ്പോൾ ഹൗ ആർ യു, നിങ്ങൾക്ക് സുഖമല്ലേ? ഞാൻ പ്രതീക്ഷിക്കുന്നു നീ സുഖമായിട്ടിരിക്കുന്നു എന്ന്. ഐ ഹാവ് ടു ടെൽ യു അബൌട്ട് മൈ ന്യൂ ഫ്രണ്ട് എ റോബോട്ട്. എനിക്ക് എൻ്റെ പുതിയൊരു ഫ്രണ്ടിനെ കുറിച്ച് നിന്നോട് പറയണം. റോബോട്ടാണത്. അറ്റ് ഫസ്റ്റ് ഐ വാസ് എ ബിറ്റ് റൂഡ് ആൻഡ് മിസ്അണ്ടർസ്റ്റുഡ് ഹിം. ആദ്യം എനിക്ക് അവനോട് നേരെ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഞാൻ അവനെ തെറ്റിദ്ധരിച്ചിരുന്നു. ബട്ട് ഹീ ഹാസ് ബീൻ ദ ബെസ്റ്റ് തിങ് ഹാപ്പൻ ടു മീ. എന്നാൽ ഇന്ന് എനിക്കുണ്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു കാര്യം അവനാണ്. ഹീ വാസ് എന്ന് എഴുതുക. ഹീ വാസ് ടോട്ട് മീ സോ മച്ച് അബൌട്ട് ബീങ് റെസ്പോൺസിബിൾ ആൻഡ് കീപ്പിംഗ് മൈ തിങ്സ് ഇൻ ഓർഡർ. അവൻ എന്നെ ഒരുപാട് കാര്യങ്ങൾ ടോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ, ടീച്ചിൻ്റെ പാസ്റ്റ് ടെൻസ്, പഠിപ്പിച്ചു. എങ്ങനെ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടിരിക്കണം, എങ്ങനെ ഉത്തരവാദിത്തോടു കൂടി ഇരിക്കണം. ആൻഡ് കീപ്പിംഗ് മൈ തിങ്സ് ഇൻ ഓർഡർ, എൻ്റെ സാധനങ്ങളൊക്കെ എങ്ങനെ വൃത്തിയായിട്ട് വെക്കണം. ഐ എം നോട്ട് ദ സെയിം കെയർലെസ് പേഴ്സൺ എനിമോർ. ഇനി ഒരു ഉത്തരവാദിത്വമില്ലാതെ ഒരു ശ്രദ്ധയും ഇല്ലാത്തൊരു കുട്ടിയല്ല ഇന്ന് ഞാൻ. ഇനി അങ്ങനെയൊന്നും ആവുമില്ല. ഐ ഫീൽ സോ മച്ച് ബെറ്റർ ആൻഡ് മോർ ഫോക്കസ്ഡ്. ഇപ്പം എനിക്ക് ഒരുപാട് മാറ്റം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി നല്ല രീതിയിൽ മാറി, ബെറ്ററായി, ഒന്നും കൂടി പുരോഗമിച്ചു.
ആൻഡ് മോർ ഫോക്കസ്ഡ്. ഒന്നുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഐ ഹാവ് ലേൺഡ് എ വാല്യുബിൾ ലെസൺ ഫ്രം ഹിം. അവൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഏറ്റവും നല്ല ജീവിതത്തിലെ നല്ലൊരു പാഠം പഠിച്ചത്. ഐ ഹോപ്പ് യു ക്യാൻ കം ഓവർ സൂൺ ആൻഡ് മീറ്റ് ഹിം. ഞാൻ വിചാരിക്കുന്നു നിനക്കിവിടെ വന്ന് അവനെ മീറ്റ് ചെയ്യാമെന്ന്. ഐ നോ യു വിൽ ലവ് ഹിം. എനിക്കറിയാം നിനക്കും അവനെ ഇഷ്ടാവും. യുവർ ഫ്രണ്ട് റിക്കി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലെറ്റർ എഴുതുക. ചാപ്റ്ററിൻ്റെ ഉള്ളിൽ എന്താണ് പറയുന്നതെന്നുള്ള കഥ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമാറ്റുകൾ കൂടി മിസ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ട് എന്നുള്ള ഹെഡിങ് കൊടുക്കുക, ഒരു ബോക്സ് വരയ്ക്കുക. ആ ന്യൂസ് എന്തിനെ കുറിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഹെഡിങ് എഴുതുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എവിടെയാണിത് നടക്കുന്നത്, ഏത് ഡേറ്റിലാണ് നടക്കുന്നത് എന്ന് എഴുതുക. പിന്നെ മിസ് എഴുതിയിട്ടുണ്ട് W5H എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആ ന്യൂസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം വെൻ, എപ്പോഴാണ് അത് ഉണ്ടായത്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നു എന്നുള്ള ഒരു ന്യൂസ് ആണെങ്കിൽ എപ്പോഴാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. വേർ, എവിടെ വെച്ചിട്ടാണ് ആ ആക്സിഡൻറ്റ് ഉണ്ടായത്. ഹൂ, ആരൊക്കെയാണ് ആ ആക്സിഡൻറ്റിൽ പെട്ടത്. വാട്ട്, എന്താണ് അവിടെ സംഭവിച്ചത്. വൈ, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഹൗ, എങ്ങനെയാണ് അത് സംഭവിച്ചത്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ന്യൂസ് റിപ്പോർട്ടിൽ എഴുതുക കേട്ടോ. ഇനി നിങ്ങളോട് ഏതെങ്കിലും ഒരു വലിയ ആൾക്കാരെ പറ്റി കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ട് നിങ്ങളോട് പറയാണ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ആദ്യം പ്രൊഫൈൽ എന്നുള്ള ഹെഡിങ്, അതിനുശേഷം ആരുടെയാണോ പ്രൊഫൈൽ എഴുതാൻ പോണ് അയാളുടെ പേര് എഴുതുക. അത് കഴിഞ്ഞ് നമ്മൾ എഴുതേണ്ട കാര്യം, അവിടെ അയാളുടെ ജനന തീയതി തന്നിട്ടുണ്ട്. ജനന തീയതി തന്നിരിക്കുന്നത് വർഷം മാത്രമാണെങ്കിൽ ഇൻ 1992 എന്ന് എഴുതുക. അപ്പം നമ്മൾ പറയാണ് ഇപ്പം കമല സുരയ്യ വാസ് ബോൺ ഇൻ 1992. അതല്ല അവിടെ ഡേറ്റും ഇയറും മന്തും എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് വാസ് ബോൺ ഓൺ 12 ജൂൺ 1992 അങ്ങനെ എഴുതണം. ഇനി ബോൺ ചെയ്ത സ്ഥലം അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം മാത്രമാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ നമ്മൾ ഇൻ കേരള, കേരള മാത്രമാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ നമ്മൾ പറയും പ്ലേസ് ഇൻ കേരള. അഥവാ 2-3 സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ സ്ഥലത്തിന് മുൻപായിട്ട് ഇൻ ചേർക്കുക, ഏറ്റവും ചെറിയ സ്ഥലത്തിന് മുൻപായിട്ട് അറ്റ് ചേർക്കുക. ഇപ്പോൾ പറയുകയാണ് കേരളത്തിൽ തൃശ്ശൂരിൽ പുന്നയൂർക്കുളം, അപ്പോൾ പുന്നയൂർക്കുളത്തിന് മുൻപ് അതാണല്ലോ ചെറിയ സ്ഥലം. കേരളത്തിൽ തൃശ്ശൂർ പുന്നയൂർക്കുളം എന്ന് പറഞ്ഞു, അപ്പോൾ കേരളം വലുത്, അപ്പോൾ നമ്മൾ ഇൻ കേരള കൊടുത്തു. ഏറ്റവും ചെറിയ സ്ഥലം അവിടെ പുന്നയൂർക്കുളം, അതിന് മുൻപായിട്ട് അറ്റ് കൊടുത്തു. പിന്നെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫൈലിലെല്ലാം നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് എഴുതുക. അപ്പോൾ ഹി കംപ്ലീറ്റഡ്, കണ്ട ED ചേർത്തു. ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം എവിടെ നിന്നാണോ അത് എഴുതുക. അവിടെയും ഇതുപോലെ 2-3 സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തൃശ്ശൂരാണെന്ന് പറഞ്ഞാൽ കേരളമാണ് വലുത്, അപ്പോൾ കേരളത്തിന് മുൻപ് ഇന്ന്, ഏറ്റവും ചെറുത് തൃശ്ശൂരാണ്, അപ്പോൾ തൃശ്ശൂരിൻ്റെ മുമ്പ് അറ്റ്, അങ്ങനെ യൂസ് ചെയ്യുക. ഇനി അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കമല സുരയ്യ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ കമല സുരയ്യയുടെ കുറേ വർക്ക്സിന് ആൾ എഴുതിയ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ വർക്ക്സ് എന്നാണ് പറയുക. അപ്പോൾ ഒരുപാട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഹിസ് ഫേമസ് അല്ലെങ്കിൽ ഹെർ ഫേമസ് വർക്ക്സ് ആർ എന്ന് പറയുക. ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ ഹെർ ഫേമസ് വർക്ക് ഈസ് എന്ന് പറയാം. ഓക്കെ, ഇനി അവാർഡ്സ് കുറേ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹി റിസീവ്ഡ് അല്ലെങ്കിൽ ഷീ റിസീവ്ഡ് എന്ന് പറയാം. പാസ്റ്റ് ടെൻസിൽ എഴുതുക. റിസീവ്ഡ് ED ചേർത്തു, അവൾക്ക് നേടിയിട്ടുണ്ട്. മെനി അവാർഡ്സ് ലൈക്ക്, അവാർഡുകളുടെ പേര് എഴുതുക. അതുപോലെ ഡെത്ത്, മരണത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാസ്റ്റ് ടെൻസിൽ എഴുതാനും പ്ലസ് ഡേറ്റ് എങ്ങനെ തന്നിട്ടുള്ളത് നോക്കുക. ഇപ്പോൾ ഇവിടെ ആദ്യം 13 ജൂലൈ 2022 ഡേറ്റും മന്തും ഇയറും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഹി ഡൈഡ് ഓൺ അല്ലെങ്കിൽ ഷീ ഡൈഡ് ഓൺ ആ ഡേറ്റ് എഴുതുക. ഇയർ മാത്രമാണ് തന്നിട്ടുള്ളെങ്കിൽ ഇന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ഹി ഡൈഡ് ഇൻ 2022 അങ്ങനെ കൊടുക്കുക. ഇനി ഞാൻ കമല സുരയ്യയുടെ ഒരു ചെറിയ പ്രൊഫൈൽ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. കമല സുരയ്യ വാസ് ആൻ ഇന്ത്യൻ പോയറ്റ്. ഷീ വാസ് ബോൺ ഓൺ, കണ്ട അവിടെ ബോൺ ഓൺ എന്ന് പറഞ്ഞേക്കുന്നത് കാരണം എന്താ, ഡേറ്റ് മന്ത് ഇയർ വന്നിട്ടുണ്ട്. ഇനി അറ്റ് പുന്നയൂർക്കുളം തൃശ്ശൂർ ഇൻ കേരള 3 സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. വലിയ സ്ഥലം കേരള, അതുകൊണ്ട് അതിൻ്റെ മുൻപിൽ ഇൻ യൂസ് ചെയ്തു. പിന്നെ തൃശ്ശൂർ, പിന്നെ പുന്നയൂർക്കുളം, ഏറ്റവും ചെറിയ സ്ഥലം പുന്നയൂർക്കുളം, അപ്പോൾ അവിടെ ഞാൻ മുൻപിൽ അറ്റ് യൂസ് ചെയ്തു. ഇനി ഷീ വാസ് എ പോയറ്റ്, നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അപ്പോൾ ഷീ വാസ് എ, കണ്ട പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഹെർ ഫേമസ് വർക്ക്സ് ആർ, കണ്ട ഒരുപാട് വർക്ക് വരുന്നുണ്ട്, ഒരുപാട് എഴുത്തുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് ആർ എന്ന് പറഞ്ഞു. മൈ സ്റ്റോറി, പത്മാവതി, ദ ഹാർലറ്റ്, സമ്മർ ഇൻ കൊൽക്കത്ത ആൻഡ് ദ ഡിസൻസ് എക്സിട്ര. ഇനി മരണം പറയുമ്പോഴും അവിടെ ഡേറ്റും മന്തും ഇയറും തന്ന കാരണം ഞാൻ പറഞ്ഞു ഷീ ഡൈഡ് ഓൺ 31 മെയ് 2009. അങ്ങനെയാണ് നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറിങ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും നമ്മളിതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. താങ്ക്